എല്ലാവർക്കും നമസ്കാരം. ശുഭരാത്രി. മുഖമുള്ളവർ മുഖം കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മള് ഒരു യന്ത്രത്തിന്റെ സഹായത്തോടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംസാരിക്കുകയാണ്. യന്ത്രങ്ങളാണ് നമ്മളെ ഭരിക്കുന്നത്. നമ്മള് ജനിച്ച് വളർന്ന മനുഷ്യരാണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് യന്ത്രങ്ങളോടാണ്. ഇപ്പോ ആധുനിക കാലത്ത് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അവന്റെ മൊബൈൽ ഫോണിനോടാണ്. അപ്പോ അങ്ങനെ നമ്മള് ജീവിക്കുന്ന വീട്ടില് വെറുതെ ഒന്ന് ചുറ്റും നോക്കിയാൽ നിറയെ യന്ത്രങ്ങളാണ്. യന്ത്രങ്ങള്, ഉപകരണങ്ങള് ഒക്കെ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം ഉണ്ട്. ഈ ഒരു 30 വർഷം മുമ്പിലത്തെ അരവിന്ദന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവാർഡ് സിനിമ ഒക്കെ കാണുകയാണെങ്കിൽ അതില് കാണിക്കുന്ന ഒരു സാധാരണ വീട് എടുത്താല് ആ വീട്ടില് ഒരു കട്ടിൽ കൂടി വന്നാൽ കാണാതിരിക്കും. പിന്നെ ഇങ്ങനെ 2 ചൂടികളിൽ കെട്ടിത്തൂക്കിയിട്ട ഒരു പായ കാണും. വീടിന്റെ മൂലയ്ക്ക് ഓരോ 2-3 പാത്രങ്ങൾ കാണും. സത്യത്തിൽ അതൊക്കെ ഒരു സാധാരണ ജീവിക്ക് ആവശ്യമുള്ളൂ. പക്ഷെ ഒരു 10-30 വർഷം കഴിഞ്ഞപ്പോ നമ്മുടെ വീടും ഏതാണ്ട് ഇതുപോലെയൊക്കെ ആയിരുന്നു. കുറച്ചുകൂടെ ഉപകരണങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ആധുനിക കാലമായപ്പോ നമുക്ക് ഉപകരണങ്ങളുടെ ഭയങ്കര പ്രവാഹമാണ്. അപ്പൊ ഇങ്ങനെ ഉപകരണങ്ങളൊക്കെ കൂടി, വൈദ്യുത ഉപകരണങ്ങൾ കൂടി, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൂടി, പിന്നെ ഇലക്ട്രോണിക് ബുദ്ധിയായിട്ടുള്ള കമ്പ്യൂട്ടറിനെ നമ്മൾ വാങ്ങിച്ചു. നമ്മളെ എന്തു പറഞ്ഞാലും സഹായിക്കുന്ന ഒരു ഉപകരണമായിട്ട് കമ്പ്യൂട്ടർ നമ്മുടെ കൂടെ യാത്ര ചെയ്യാതെ കുറച്ചായി. പിന്നെ അതിനെയൊക്കെ ചുരുക്കിയിട്ട് ഒരു മൊബൈൽ ഫോണിന്റെ രൂപത്തിലേക്ക് അത് ആയി. ഇപ്പൊ അടുത്ത കാലത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും മറുപടി തരുന്ന ഒരു ഗൂഗിൾ വന്നു. നമ്മൾ എന്ത് ചോദിച്ചാലും അത് വെബിന്റെ വേൾഡില് അതെവിടെ കിടക്കുന്നു എന്നുള്ളതിന്റെ ലിങ്ക് എടുത്ത് തരുന്ന ഒന്ന് ആയിട്ട് വന്നു. അപ്പോ നമ്മളുടെ ചോദ്യത്തിനനുസരിച്ച് ഉത്തരം തരുന്ന ഒരു ഉപകരണമായിട്ട്, നമ്മുടെ ചോദ്യത്തിന്റെ ആക്യുറസി എത്രത്തോളം ഉണ്ടോ അത്രത്തോളം കൃത്യമായിട്ട് അത് എവിടെ കിടക്കുന്നു എന്നുള്ളത് തപ്പി കണ്ടുപിടിച്ച് തരുന്ന ഒരു ഉപകരണമായിട്ട് ഗൂഗിൾ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ആണ് ചാറ്റ് GPT പോലുള്ള സാധനങ്ങളെല്ലാം വരുന്നത്. നമുക്കൊരു കാര്യം വേണമെന്ന് പറഞ്ഞാൽ മതി. അത് വെബിൽ നിന്നും തപ്പിയിട്ടല്ല. ഒരു മനുഷ്യൻ എങ്ങനെയാണോ അതിനു വേണ്ടി പ്രവർത്തിക്കുക, അതിനേക്കാളും ഭംഗിയായി വളരെ കുറഞ്ഞ സമയം കൊണ്ട് അതെല്ലാം നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരവസ്ഥയിലേക്ക് ചാറ്റ് GPT ഒക്കെ പ്രവർത്തിച്ചു. അപ്പോ അതില് നമുക്ക് ചോദിക്കാൻ, നമുക്കൊരു ചോദ്യത്തിനൊരു ആക്യുറസി വേണം, സ്പെസിഫിസിറ്റി വേണം. നമ്മൾ എത്രത്തോളം കൃത്യമായി ചോദിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് വേണ്ടതെന്താന്ന് തരും. നമുക്കൊരു റിപ്പോർട്ട് വേണമെങ്കിൽ റിപ്പോർട്ട് തരും. നമുക്ക് ഒരു പാട്ട് കമ്പോസ് ചെയ്യണമെങ്കിൽ കമ്പോസ് ചെയ്ത് തരും. നമുക്കൊരു ചിത്രം വേണമെങ്കിൽ ചിത്രം ഉണ്ടാക്കി തരും. നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, പറയാൻ അറിഞ്ഞാൽ മതി. നമ്മൾ പ്രകൃതിയോട് പറയുന്ന പോലെ, പ്രകൃതിയോട് നമുക്ക് പറയാൻ അറിഞ്ഞാൽ പ്രകൃതി നമുക്ക് അത് തരും എന്ന് പറയുന്ന പോലെ നമുക്ക് ഇത് ഇങ്ങ് തരും. അപ്പോ നമ്മൾ എന്താവശ്യപ്പെടുന്നുവോ, പുറത്തുനിന്ന് നമ്മൾ എന്താ അതിലേക്ക് ആവശ്യപ്പെടുന്നുവോ അത് ഇങ്ങോട്ടേക്ക് തരുന്ന, നമ്മൾ പറയുന്നതിനനുസരിച്ച് പ്രതികരിക്കുന്ന, നമ്മളോട് സംവദിക്കുന്ന ഒരു യന്ത്രം, നമ്മളെപ്പോലെ ചിന്തിക്കുന്ന, നമ്മളെപ്പോലെ പ്രവർത്തിക്കുന്ന, എന്നുവെച്ചാൽ ശരീരം കൊണ്ടല്ല ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം. അപ്പോ അത് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത്. കൃത്രിമ ബുദ്ധി എന്ന് പറയാം. അതിനേക്കാളും കൂടുതൽ നിർമ്മിത ബുദ്ധി, നിർമ്മിച്ചുണ്ടാക്കിയ ബുദ്ധിയാണ്. ഇതൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് കിട്ടിയാലും, എന്ത് ആശയം കിട്ടിയാലും അത് സൂക്ഷിച്ചു വെക്കുകയും, മനുഷ്യൻ എങ്ങനെയാണോ ഒരാശയത്തെ സൂക്ഷിക്കുന്നത് അതുപോലെ സൂക്ഷിക്കുകയും അതുപോലെ അതിനെ വിശകലനം ചെയ്യുകയും, സൂക്ഷിച്ചു വെച്ച ആശയങ്ങളുടെ വെളിച്ചത്തിൽ അവയെ കൂട്ടിക്കിഴിച്ച് ചോദ്യകർത്താവിന് തന്റെ കയ്യിലുള്ള ഡേറ്റയ്ക്കനുസരിച്ച് കാര്യങ്ങൾ പ്രതിവചിക്കുന്ന ഒരു യന്ത്രമായിട്ടാണ് അതിനെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പലവിധം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോ ഒരു ശബ്ദം കൊടുത്തു കഴിഞ്ഞാൽ ആ ശബ്ദത്തിൽ നമ്മുടെ ശബ്ദം മാത്രം നിൽക്കുകയും ബാക്കി ശബ്ദങ്ങളെല്ലാം ഒഴിവാക്കുകയും ചെയ്യുന്ന നിർമ്മിത ബുദ്ധിയുണ്ട്. ഒരു ആശയത്തെ കൊടുത്തു കഴിഞ്ഞാൽ ആ ആശയത്തെക്കുറിച്ച് പുസ്തകം എഴുതി തരുന്ന നിർമ്മിത ബുദ്ധിയുണ്ട്.
ഈ ChatGPT എന്നൊക്കെ പറയുന്നത് അത് ഏതാണ്ട് അതുപോലെ എല്ലാ ജോലികളും ചെയ്യാൻ ശേഷിയുള്ളതാണ്. നമുക്കൊരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ അത് ചെയ്തു തരും, നമുക്ക് ഒരു ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ ചെയ്തു തരും, നമുക്കൊരു റിപ്പോർട്ട് വേണമെങ്കിൽ ചെയ്തു തരും, നമുക്ക് എന്ത് വേണോ അത് ചെയ്തു തരും. നമ്മൾ എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് അത് പ്രതിവചിക്കും. അപ്പോ സത്യത്തിൽ നമുക്കിത് കാണുമ്പോൾ അത്ഭുതം തോന്നും. ഈ അത്ഭുതം തോന്നുന്ന ഈ ഒരു യന്ത്രം അല്ലെങ്കിൽ യന്ത്ര സമുച്ചയം അല്ലെങ്കിൽ നിർധരണികളുടെ ഒരു കൂട്ടായ്മ, ആൽഗരിതങ്ങളുടെ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയിൽ യഥാർത്ഥത്തിൽ ആദ്യം ഉണ്ടാക്കിയത് ഇത് വിശകലനം ചെയ്യാനുള്ള ഒരു നിർധരണി അഥവാ ആൽഗരിതം മാത്രമാണ്. അത് ഒരിക്കൽ അതിന് മനസ്സിലാക്കുന്ന ഒരു ആശയത്തെ അത് സൂക്ഷിച്ചു വെക്കുകയും ആ സൂക്ഷിച്ചു വെച്ച ആശയത്തെ പുനർ ആവിഷ്കരിക്കുകയും ചെയ്യാനുള്ള ശേഷി അതിനുണ്ട്. അടുത്ത തവണ ഒരു ചോദ്യം വരുമ്പോൾ ചോദ്യത്തിന് പിന്നണിയാകുന്ന ആശയങ്ങളെ കൂടെ ചേർത്ത് വെച്ചിട്ട് ആ ആശയത്തെ കൂടെ അതിനു മുമ്പുണ്ടായിരുന്ന ആ സ്ഥിതിവിവരവുമായിട്ട് ചേർത്ത് വെച്ചിട്ട് ഇത് വീണ്ടും അവതരിപ്പിക്കും. ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് പല മനുഷ്യരുമായിട്ടും അത് ചേർത്ത് കണക്ട് ചെയ്ത് മനുഷ്യർ ചിന്തിക്കുന്ന രീതി, ഒരാശയത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആ ആശയത്തെ മനുഷ്യൻ വിശകലനം ചെയ്യുന്ന രീതിയെ പോലും, വിശകലന സമീപനത്തെ പോലും, യുക്തിയുടെ പ്രയോഗത്തെ പോലും ഒരു യുക്തി നിർധരണിയായിട്ട് അല്ലെങ്കിൽ ലോജിക്കൽ ആൽഗരിതമായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്ന രീതി, യുക്തിയെ പോലും ഓർത്തു വെക്കുന്ന ഒരു രീതി ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടുകൾക്കുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോ അത് കുറച്ചു നാളുകൂടെ കഴിയുമ്പോൾ മനുഷ്യൻ എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം ചെയ്യുന്ന രീതിയിലുള്ള ഒരു യന്ത്രമായി പരിണമിക്കുകയും മനുഷ്യന് യാതൊരു റോളും ഇല്ലാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥ സൃഷ്ടിക്കാൻ പ്രാപ്തമാവുകയും ചെയ്യും. വാഹനം ഓടിക്കാൻ, ഇപ്പൊ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ജോലി ചെയ്യുന്നുണ്ടല്ലോ, ആ ജോലികൾ മുഴുവൻ ചെയ്യാൻ, നിയമം പരിപാലിക്കാൻ, ചുറ്റുപാടും നോക്കിക്കൊണ്ടിരിക്കാൻ, സർവൈലൻസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ, രോഗചികിത്സ ചെയ്യാൻ, രോഗനിർണയത്തിന്, ഇതുപോലെ ഒരു മനുഷ്യൻ എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം ചെയ്യുന്ന രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ മനുഷ്യന്റെ തൊഴിൽ സാധ്യതകൾ ഇല്ലാതെയാകുന്നു, മനുഷ്യന്റെ സ്പേസ് ഇല്ലാതെയാകുന്നു എന്നുള്ളൊരു ഭയമാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ നമുക്ക് കൂടുതൽ ഭയം വരാൻ തുടങ്ങി. കാരണം മനുഷ്യൻ ചിന്തിക്കുന്നതിനും അപ്പുറത്ത് ചില തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ തീരുമാനങ്ങൾ ധാർമ്മികതയുടെ സ്പർശമില്ലാതെ ചെയ്യുന്ന രീതിയിലേക്ക് അത് വളർന്നു വരികയാണ്. അത് ലോകത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണ്. നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള നീതികളിൽ, നിലപാടുകളിലുമൊക്കെ തീരുമാനമെടുക്കുന്ന പല കാര്യങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്വാധീനത്തോടുകൂടി എടുത്തു വരുന്നവയാണ് എന്ന ഒരു ശ്രുതിയുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് ഞാൻ നേരിൽ പോയി കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. പക്ഷെ പലപ്പോഴും പല കാര്യങ്ങളും കാണുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. നമ്മുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുചിതമായ ചില അനുഭവങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, ഇങ്ങനെയുള്ള കാര്യത്തിലെല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇടപെടലുകൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിത സുരക്ഷയ്ക്ക് മാത്രമല്ല, ജീവിതത്തെ ഭയപ്പെടുത്തുന്ന രീതിയിൽ യുദ്ധങ്ങളുടെ നിയന്ത്രണവും തീരുമാനങ്ങളുടെ നിയന്ത്രണവും പിന്നെ സെക്യൂരിറ്റിയുടെയും ഒക്കെ നിയന്ത്രണവും ഒക്കെ ഏറ്റെടുക്കുന്ന സമയത്ത് അവയിൽ ധാർമ്മികതയുടെയോ അല്ലെങ്കിൽ നീതിയുടെയോ ഒരു അംശമില്ലാത്ത രീതിയിൽ അത് ഉയർന്നു വരും എന്ന ഒരു ഭയപ്പാടിലാണ് നമ്മൾ നിർമ്മിത ബുദ്ധിയെ കുറിച്ച് മനസ്സിലാക്കി വരുന്നത്. അതിനിടയിൽ ചില ആളുകൾ പറഞ്ഞു കേട്ടിരുന്നു, ഈ നിർമ്മിത ബുദ്ധിയുടെ പഠനാർത്ഥം നിർമ്മിത ബുദ്ധിയുടെ ചില വായനാ ഉപകരണങ്ങൾ, എങ്ങനെയാണ് നിർമ്മിത ബുദ്ധി മനുഷ്യന്റെ യുക്തിയെ മനസ്സിലാക്കുന്നത്, മനുഷ്യന്റെ ഉള്ളിലെ ചിന്തയെ മനസ്സിലാക്കുന്നത്, ഇത് മനസ്സിലാക്കാൻ വേണ്ടി മനുഷ്യന്റെ മസ്തിഷ്കത്തിനകത്ത് ചില ഉപകരണങ്ങൾ ഘടിപ്പിച്ച്, അറിഞ്ഞോ അറിയാതെയോ, വ്യക്തി അറിഞ്ഞോ അറിയാതെയോ ഉപകരണങ്ങൾ ഘടിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നെറ്റ്വർക്കിന്റെ ഭാഗമാക്കി മാറ്റുന്ന ഒരു രീതി. അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ എന്താണെങ്കിലും മനുഷ്യന്റെ ചിന്തയുടെ രീതിയെ, നിർധരണികളെ വായിച്ചുകൊണ്ട് തന്നെയാണ് ആ ശൈലി, മനുഷ്യന്റെ ചിന്താശൈലിയെ നിർമ്മിത ബുദ്ധിയുടെ ഉപകരണങ്ങൾ അല്ലെങ്കിൽ യന്ത്രങ്ങൾ, റോബോട്ടുകൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ മനുഷ്യന്റെ മസ്തിഷ്കത്തിനകത്തേക്ക് ചില കാര്യങ്ങളെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരവസ്ഥ ഇവിടെ ചർച്ചയിലുണ്ട്. അത് റിയൽ ടൈമിൽ അത് അങ്ങനെയാണോ ചെയ്തിരിക്കുന്നത്, ചിപ്പുകൾ മനുഷ്യന്റെ തലയ്ക്കകത്ത് ഘടിപ്പിച്ചാണോ ചെയ്തിട്ടുള്ളത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ചെയ്യാറുണ്ട് എന്നുള്ളത്. അപ്പൊ ഇവിടുത്തെ നമ്മുടെ പ്രസ്താവന ഇതാണ്: അങ്ങനെ
നിങ്ങൾക്കകത്ത് നിർമ്മിത ബുദ്ധി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു ചിപ്പ്, ഒരു ഇലക്ട്രോണിക് ചിപ്പ് നിങ്ങളുടെ മസ്തിഷ്കത്തിനകത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെന്നാണ് നമ്മുടെ പോസ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. ഉണ്ട്. നിങ്ങൾക്കകത്ത് തന്നെ നിങ്ങളായി നിന്ന് നിങ്ങളെ അവ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ഇവിടെ പറഞ്ഞ ആ നിർമ്മിത ബുദ്ധിയുടെ ചിപ്പ് വേറൊരു കമ്പനി ഒരു സാങ്കേതിക ഉപകരണമായിട്ട്, ഒരു ഭൗതിക ഉപകരണമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ സ്ഥാപിച്ചിട്ടുള്ളതല്ല. പകരം ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ ഒരു നിർമ്മിത ബുദ്ധിയുടെ ഉപകരണം ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഇതെങ്ങനെ പ്രവർത്തിക്കണം എന്ന സമവാക്യം, സൂത്രവാക്യം, നിർദ്ധരണി അല്ലെങ്കിൽ ആൽഗരിതമാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതൊരു ക്ലീൻ സ്ലൈറ്റ് പോലെയായിരിക്കും. അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല, മറ്റാശയങ്ങളൊന്നും ഉണ്ടാവില്ല. എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള നിർദ്ദേശ പട്ടിക മാത്രമായിരിക്കും അതിനകത്ത് ഉണ്ടാവും. അതിനകത്തേക്ക് ഒരു ചോദ്യം ചോദിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ അതിനുവേണ്ടി, ആ ചോദ്യത്തിന് വേണ്ടുന്ന പ്രാഥമിക പശ്ചാത്തലമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ പറയും. ആ പറയുന്ന കാര്യങ്ങൾ ഇത് ഓർത്തുവെക്കും. രണ്ടാമത് ചോദിക്കുന്നതും ഓർത്തുവെക്കും, മൂന്നാമത് ചോദിക്കുന്നതും ഓർത്തുവെക്കും. ഈ ഓർത്തുവെക്കുന്നവയുടെ പശ്ചാത്തലത്തിൽ ഇത് സ്വയം പഠിക്കുകയും സ്വയം സമീപിക്കുകയും വിശകലനം ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടാക്കി വന്നിട്ടുള്ളത്. ഈ രീതി സത്യത്തിൽ എവിടെ നിന്നാണ് മനുഷ്യൻ പഠിച്ചത്? അവിടെയാണ് ഇതിന്റെ രസകരമായിട്ടുള്ള വശം. മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അവന്റെ ബുദ്ധി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തു വന്നത്, അതിനെ പഠിച്ചിട്ടാണ്, അതിനെ അനുകരിച്ചുകൊണ്ടാണ് ഈ ഒരു നിർമ്മിത ബുദ്ധി ഉണ്ടായിട്ടുള്ളത്. മനുഷ്യൻ ഇന്നോളം കണ്ടെത്തിയ എല്ലാ ഉപകരണങ്ങളും ഒരുതരം ഇക്കോ മിമിക്രിയാണ്. ഇക്കോ മിമിക്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയുടെ പ്രവർത്തന തത്വങ്ങളെ അല്ലെങ്കിൽ പ്രവർത്തന രീതികളെ, പ്രവർത്തന പ്രതിഭാസങ്ങളെ അനുകരിച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാ ഉപകരണങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഉപകരണവും വളരെ ഉയർന്നതെന്ന് നാം കരുതുന്ന ഈ ഒരു ഉപകരണവും അങ്ങനെ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ മനുഷ്യന്റെ മസ്തിഷ്കം എങ്ങനെയാണോ പ്രവർത്തിക്കുക അതിനനുസരിച്ചാണ് ഈ ഉപകരണത്തെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ മനുഷ്യന്റെ മസ്തിഷ്കം എങ്ങനെയാ പ്രവർത്തിക്കുക? മനുഷ്യന്റെ കുഞ്ഞ് ജനിച്ചു വീഴുന്ന സമയത്ത് അവൻ എന്താണ് അറിയുക? ലോകത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. അവൻ അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ജനിച്ചു വീണു കഴിഞ്ഞാൽ അമ്മയുടെ മാറിടം എവിടെയാണെന്ന് മനസ്സിലാക്കി അതിനകത്തേക്ക് ചെന്ന് അല്ലെങ്കിൽ അതിനടുത്തേക്ക് ചെന്ന് തപ്പിത്തേടി മുലവായിലാക്കിയിട്ട് പാല് ഈമ്പി കുടിക്കുക. പാല് ഈമ്പി കുടിക്കാനുള്ള ശേഷി കുഞ്ഞിനുണ്ട്. അമ്മയുടെ മാറിടം എവിടെയാണെന്നുള്ളതിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള ശേഷിയുണ്ട്. അതുമാത്രമാണ് അവനിൽ ഉണ്ടാവുക. അതുമാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല, കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു പ്രാഥമിക പാഠം എന്നുള്ള രീതിയിൽ നമ്മൾ ഇത്രയും മനസ്സിലാക്കുക. വേദനിച്ച കരയും, വിസർജിക്കാൻ തോന്നിയാൽ വിസർജിക്കും. ഇതൊക്കെയാണ് ഒരു കുഞ്ഞിനുണ്ടാവുന്ന പ്രാഥമിക ശേഷികൾ. അവൻ ആദ്യം അമ്മയെ കണ്ട് അവൻ അമ്മയാണെന്ന് അറിയില്ല. അമ്മയെ കുറച്ചു പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ അമ്മ എന്ന ആ ഒരു ചിത്രം സമീപത്തെത്തുമ്പോൾ, അമ്മയുടെ ഹൃദയസ്പന്ദനം സമീപത്തെത്തുമ്പോൾ അവൻ ശാന്തനാകും. അവന്റെ സന്തോഷം അവന്റെ ചുണ്ടിൽ വിരിയാൻ അറിയുമെങ്കിലും അമ്മയെ കാണുമ്പോഴുണ്ടാവുന്ന സന്തോഷത്തിൽ അവന്റെ മുഖത്ത് പുഞ്ചിരി വിരിയും. പതുക്കെ അവൻ അമ്മ എന്ന ആ സത്യത്തെ, റിയാലിറ്റിയെ അവൻ ബോധ്യപ്പെടുകയാണ്. അതിനുശേഷം അവനോട് വളരെ രസകരമായി ഇടപെടുന്ന ആളുകളെയും വസ്തുക്കളെയും ഒക്കെ അവൻ പരിചയപ്പെടും. അങ്ങനെ പരിചയപ്പെട്ട് അവൻ അവന്റെ ചുറ്റുപാടിനെ മനസ്സിലാക്കും, അവന്റെ ചുറ്റുമുള്ള ഉപകരണങ്ങളെ മനസ്സിലാക്കും, അവന്റെ ചുറ്റുമുള്ള ജീവികളെ മനസ്സിലാക്കും, അവയുടെ പ്രവർത്തനത്തെ മനസ്സിലാക്കും, അവൻ ജീവിക്കുന്ന സംസ്കാരത്തെ മനസ്സിലാക്കും, നാടിനെ മനസ്സിലാക്കും, അവിടുത്തെ പെരുമാറ്റ രീതികളെ മനസ്സിലാക്കും. അങ്ങനെ അവൻ പഠിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ 8 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവന് ലോകത്തെക്കുറിച്ചൊരു ചിത്രം കിട്ടും. ആ ചിത്രം എന്നുള്ളത് അവന്റെ യുക്തിയിൽ നിൽക്കുന്ന ചിത്രമല്ല, പകരം യുക്തിക്കും അടിയിൽ ഉള്ള ഉപബോധത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രം. അവന്റെ പലതരം ഓർമ്മകളായിട്ട്, കാഴ്ചയുടെ ഓർമ്മകളായിട്ട്, കേൾവിയുടെ ഓർമ്മകളായിട്ട്, പിന്നെ യുക്തിയുടെ ഓർമ്മകളായിട്ട് ഒക്കെ പലതരം ഓർമ്മകളായിട്ട് അവിടെ സൂക്ഷിച്ച് വെക്കപ്പെടുന്ന കാര്യങ്ങളെ എടുത്തുകൊണ്ടാണ് അവന്റെ ലോകത്തെ കാണുക. അവൻ നിരന്തരം വേദന അനുഭവിച്ചാണ് വളർന്നതെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലോകം വേദനയുള്ളതാണ്. ആ വേദനയുള്ളതിനനുസരിച്ച് അവൻ പെരുമാറും. പിന്നീട് അവന്റെ നോർമാലിറ്റി എന്ന് പറയുന്ന ഒരവസ്ഥ ആ വേദനയുള്ള അവസ്ഥയാണെന്നുള്ള ബോധ്യത്തിലേക്ക്, ചിന്താ പദ്ധതിയിലേക്ക് ചെന്നെത്തും. അത് അവന് ഇരുന്ന്
ആലോചിച്ചുണ്ടാക്കുന്ന ചിന്തയൊന്നുമല്ല. അവനെ സംബന്ധിച്ചോളം അത് തന്നെയായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളുടെ ജനിച്ചു വളർന്ന വീട്ടിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ വളർന്ന സ്ഥലത്തേക്ക്, നിങ്ങൾ ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് നിങ്ങളുടെ ചെറുപ്പകാലം കഴിച്ച ആ ഇടത്തേക്ക് പോകുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറിയിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഒരു അസ്വസ്ഥത ഉണ്ടാവണം. അതിനെയാണ് ഗൃഹാതുരത്വം എന്ന് പറയുന്നത്. ഗൃഹത്തെ ആതുരതയായിട്ട് മാറ്റുന്ന ഒരവസ്ഥ, ഗൃഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ആതുരതയാകുന്ന ഒരവസ്ഥ, അതാണ് ഗൃഹാതുരത്വം. നമുക്ക് അങ്ങോട്ടേക്ക് തിരിച്ചു പോകാൻ തോന്നും. നമുക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് ചെറിയ കാലത്ത് അമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണം കഴിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവും. ആ ഭക്ഷണം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ശരീരസ്ഥിതി വളരെ പെട്ടെന്ന് നോർമൽ സ്റ്റേറ്റിലേക്ക് വരും. അമ്മ ചെറുപ്പത്തിൽ പാടിയ ഒരു പാട്ട് നമ്മൾ വയ്യാതെ കിടക്കുമ്പോൾ കേട്ടാൽ നമുക്ക് അതിനോട് താല്പര്യം തോന്നും. ഞാൻ ചെറുപ്പത്തില് വിഷമങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് കേട്ടിരുന്ന പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ ഞാൻ എന്റെ നോർമൽ സ്റ്റേറ്റിലേക്ക് പോകും. അവ ദുഃഖഗാനങ്ങളായിരിക്കാം അവർ, പക്ഷെ ആ ദുഃഖഗാനങ്ങൾ കേൾക്കുമ്പോൾ എന്റെ ഉള്ളിലെ ദുഃഖിതനായിട്ടുള്ള ആ സ്വത്വം, ആ ദുഃഖത്തിന്റെ ഒരു പ്രാഥമികാവസ്ഥയിലേക്ക്, ഗൃഹാതുരത്വത്തിലേക്ക് ചെന്ന് ഞാൻ അവിടെ കൺവീനിയന്റ് ആണെന്നുള്ള ഒരവസ്ഥയിലേക്ക് ചെന്നെത്തും. അപ്പോ നമ്മുടെ നോർമാലിറ്റി എന്ന് പറയുന്നത്, നമ്മളുടെ നോർമൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ചെറിയ കാലത്ത് ശേഖരിച്ച, സംഭരിച്ച സ്ഥിതിവിവരങ്ങളെ ആധാരമാക്കിയാണ്. ഈ സ്ഥിതിവിവരങ്ങളാകട്ടെ വ്യക്തികളെക്കുറിച്ച്, സ്ഥലങ്ങളെക്കുറിച്ച്, പ്രവർത്തനങ്ങളെക്കുറിച്ച്, കാലാവസ്ഥകളെക്കുറിച്ച്, വൈകാരികാവസ്ഥകളെക്കുറിച്ച്, വസ്തുതകളെക്കുറിച്ച്, ആശയങ്ങളെക്കുറിച്ച്, അങ്ങനെയുള്ള ആശയങ്ങളെക്കുറിച്ചുള്ള സ്ഥിതിവിവരങ്ങളെക്കുറിച്ച് ഒക്കെയാണ്. അങ്ങനെയുള്ളപ്പോ നമുക്ക് 28 കെട്ടുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ 28 കെട്ടുന്ന ദിവസം, നിങ്ങൾ പാലക്കാട്ടുകാരുടെ രീതിയാണ് പറയുന്നത് കേട്ടോ, 28 കെട്ടുന്ന ദിവസം വായിലേക്ക് ധാന്യത്തിന്റെ കുറുക്ക് നീട്ടി വെച്ച് കഴിഞ്ഞ, അല്ലെങ്കിൽ നീട്ടി നമ്മളത് സ്വീകരിച്ച് പഠിച്ചതിന്റെ ഓർമ്മ ഉള്ളത് കൊണ്ട് തന്നെ ധാന്യമാണ് നമ്മുടെ മുഖ്യ ഭക്ഷണം എന്ന് നമ്മൾ ധരിച്ചു പോകും. കുറച്ചു കഴിയുമ്പോൾ മീനോ മാംസമോ കഴിപ്പിച്ച് ശീലിപ്പിച്ച മാതാപിതാക്കളോ സാഹചര്യങ്ങളോ നമുക്കുള്ളതെങ്കിൽ അതാണ് നമ്മുടെ ഭക്ഷണം എന്ന് കഴിച്ചു പോകും. മീനും മാംസവും ഒന്നും കഴിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിക്കാണ് അത് നമ്മുടെ ഭക്ഷണമല്ല എന്നുള്ള ചിന്തയിലേക്ക്. അപ്പൊ ഇതെല്ലാം അടിസ്ഥാനപരമായ നമ്മുടെ സ്വത്വങ്ങളായിട്ട് നിൽക്കുന്ന, സ്വത്വഭാവങ്ങളായിട്ട് നിൽക്കുന്നതാണ്. ഇത് യഥാർത്ഥത്തില് യാഥാർത്ഥ്യമാണോ? ജനിച്ച കുഞ്ഞ് ഇപ്പോ ഇവിടെ കേരളത്തിലാണ് വളരുന്നതെങ്കിൽ ചോറും സാമ്പാറും ഒക്കെയാണ് അവന്റെ പ്രാഥമിക ഭക്ഷണമായിട്ട് അവന് ബോധ്യമാവുക. അവന്റെ ഗൃഹത്തിലെത്തി എന്ന തോന്നൽ ഉണ്ടാകുന്നത് ചോറും, വെളുത്ത ചോറും സാമ്പാറും കൂട്ടി ഭക്ഷണം കഴിക്കുമ്പോഴാണ്, അവിയലും ഒക്കെ കൂട്ടി ഭക്ഷണം കഴിക്കുമ്പോഴാണ്. ഈ കുഞ്ഞ് ചെറിയ കാലത്ത് ആ ജനിച്ച് കുറച്ച് ദിവസത്തിനുള്ളിൽ, കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഒരു എക്സിമോയുടെ കയ്യിലാണ് കിട്ടിയതെങ്കിലോ മീനാണ് തന്റെ ഭക്ഷണം, മീൻ ചുട്ടെടുത്ത് തിന്നുന്നതാണ്, അല്ലെങ്കിൽ മീൻ പച്ചക്ക് തിന്നുന്നതാണ് തന്റെ ഭക്ഷണം എന്ന് കരുതുന്ന അവസ്ഥയിലേക്ക് ആ കുഞ്ഞ് വന്നു ചേരും. അപ്പോ ഈ ജനിച്ച കുഞ്ഞിന്റെ ശാരീരിക ഘടനയല്ല, പകരം കുഞ്ഞ് തന്റെ അല്ലെങ്കിൽ ശൈശവത്തില്, ബാല്യത്തില്, പിന്നെ കുറച്ചൊക്കെ കൗമാരത്തിലും വളർന്നു വന്ന സാഹചര്യങ്ങളുണ്ടല്ലോ, ഈ സാഹചര്യങ്ങളുടെ പശ്ചാത്തലങ്ങളുടെ സ്വാധീനം, അതുകൊണ്ടാണ് കുഞ്ഞിന്റെ അടിസ്ഥാന സ്വത്വം രൂപപ്പെടുന്നത്. ജനിക്കുമ്പോ തന്നെ ശരീരത്തിന് ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ് ജീവനെന്ന്, അല്ലെ? ജീവനുള്ള ശരീരമാണ്. എന്താണ് ജീവൻ എന്ന് പറയുന്നത്? ഒരു വ്യവസ്ഥയുടെ സ്വയം നിർദ്ധാരണ സംവിധാനമാണ്. അതായത് നമ്മുടെ ശരീരത്തിന് സ്വയം പ്രവർത്തിക്കാനുള്ള ശേഷിയാണ് ജീവൻ എന്ന് പറയുന്നത്. സ്വയം പ്രവർത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയമേവ രൂപപ്പെടുന്നതാണ് ശരീരം, ഇല്ലേ? നിങ്ങൾ ഇന്ന് ഒരു ബ്രെഡ് തിന്നുകയാണെങ്കിൽ നാളെ ഇത് നിങ്ങളുടെ ശരീരമായി മാറും, നാളെ ഉച്ചയ്ക്ക് അത് നിങ്ങളുടെ ചിന്തയായിട്ട് മാറും, നാളെ വൈകുന്നേരം ആകുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനമായിട്ട് മാറും. അപ്പോൾ നിങ്ങൾ കഴിക്കുന്നത് എന്താണെങ്കിലും അതിനെ നിങ്ങളുടെ ശരീരമാക്കി മാറ്റുന്നത് ജീവനാണ്. നിങ്ങളുടെ ശരീരത്തിൽ ഒരു പോറൽ വന്നു കഴിഞ്ഞാൽ ആ പോറലിനെ ഉണക്കിയെടുക്കുന്നത് ശരീരമാണ്. നിങ്ങൾക്ക് ശരീരത്തിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖത്തെ വരുത്തുന്നതും അസുഖത്തെ മാറ്റുന്നതും ഈ ജീവനാണ്. അപ്പൊ ജീവന് സ്വയം നിർദ്ധാരണം ചെയ്യാൻ, ഉണ്ടാക്കിയ ശരീരത്തിന്, അല്ലെങ്കിൽ ശരീരത്തെ ഉണ്ടാക്കിയ ജീവന് ആ ശരീരത്തിന്റെ കേടുപാടുകളെ മാറ്റാനും അറിയും. പക്ഷെ നിങ്ങൾക്കൊരു അസുഖം വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? ജനിക്കുമ്പോ കിട്ടിയത് സ്വയമേവ ശുദ്ധീകരിക്കുന്ന ഒരു ശരീരമാണ്, ജീവനുള്ള ശരീരമാണ്. പക്ഷെ ഈ കാലത്ത് നിങ്ങൾക്കൊരു അസുഖം വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങൾ ഓടി ഒരു ഡോക്ടറെ അടുത്ത് പോകും. ഞാനൊരു പൊതു രീതിയാണ് പറയുന്നത് കേട്ടോ, എല്ലാവരും അങ്ങനെയാണെന്നല്ല. നിങ്ങൾ അസുഖം വന്നു കഴിഞ്ഞാൽ ഓടി ഒരു ഡോക്ടറെ അടുത്ത് പോകും.
നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ ഡോക്ടറെ കാണുന്നതിനേക്കാളും എല്ലാവരും മുറിവൈദ്യന്മാരായതുകൊണ്ട് അടുത്തുള്ള കടയിൽ പോയിട്ട് അനാസനോ ആസ്പിരനോ വാങ്ങിച്ച് കഴിക്കും. എല്ലാ വീട്ടിലുള്ളവരും മലാസനും ആസ്പിരിനും വാങ്ങിച്ച് കഴിക്കുമില്ല. ചിലര് ഒരു അലോപ്പതി ഡോക്ടറെ കാണാം, വേറെ ചിലർ ഹോമിയോ ഡോക്ടറെ കാണാം, ചിലര് വൈദ്യനെ കാണാം, ചിലര് കാണാൻ പോവില്ല, ചിലര് ഉപവാസം എടുക്കും, ചിലർ ഇത് തനിയെ മാറുമെന്ന് വിചാരിക്കും. ഈ തീരുമാനം എടുപ്പിക്കുന്നത് ആരാ? ജന്മസിദ്ധമായി കിട്ടിയ ആ ജീവിയുടെ അല്ലെങ്കിൽ ആ മനുഷ്യന്റെ സഹജമായ വാസനയാണ്, അതോ അവൻ ജീവിച്ച് വളർന്ന പശ്ചാത്തലത്തിൽ അവൻ കണ്ടു ശീലിച്ച കുറച്ച് കാര്യങ്ങൾ, അതുപ്രകാരം അതാണ് അവന്റെ രീതി എന്ന വിശ്വാസമാണ്. ഈ വിശ്വാസം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ വിശ്വാസം എന്നുള്ളത് ഒരു അസുഖം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കില്ല. അസുഖം വന്നാൽ ആശുപത്രിയിൽ പോവുക, ഭക്ഷണം കഴിക്കണമെങ്കിൽ ചോറെടുത്ത് കഴിക്കുക എന്ന് പറയുന്ന രീതിയിലേക്കാണ് നമ്മൾ മാറിപ്പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള മാറൽ ആ ഒറിജിനൽ ആയിട്ടുള്ള ശരീരത്തിന്റെ മുകളിൽ, ഒറിജിനൽ ആയിട്ടുള്ള നമ്മുടെ ചോദനയുടെ മുകളിൽ, വാസനയുടെ മുകളിൽ ചുറ്റുപാടും നൽകിയ അനുഭവങ്ങൾ കൊണ്ട് അതിനെ സ്വീകരിച്ച് സ്വാംശീകരിച്ച് അതിനെ വിശകലനം ചെയ്ത് അതിനനുസരിച്ച് പ്രതികരിക്കാൻ നമ്മളെ പ്രാപ്തമാക്കിയത് കൊണ്ട്. ഇതിനെ അനുകരിച്ചാണല്ലോ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള പ്രക്രിയ ഉണ്ടായത്. അപ്പോ അനുകരിച്ച ആ ഒന്നിനെ നമ്മൾ പേടിക്കുന്നു. പകരം ഇതെല്ലാം ആർജിച്ചു വെച്ച നമ്മൾ ഭയക്കുന്നില്ല. അതാണ് നമ്മൾ എന്നുള്ള സ്വത്വ വിചാരത്തിന് നമ്മൾ ഇങ്ങനെ നിന്നു പോവുകയാണ്. അപ്പോ നമ്മളുടെ ഉള്ളിൽ ഇത് ഈ നിർമ്മിത ബുദ്ധിയുടെ ഒരു ആൽഗോരിതം സ്ഥാപിക്കപ്പെട്ടിട്ടില്ലേ എന്നൊന്ന് ആലോചിച്ചുള്ളൂ. നിർമ്മിത ബുദ്ധി, അതായത് നമ്മുടെ ബുദ്ധിയെ പരിസരം, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സാഹചര്യം, നമ്മുടെ പശ്ചാത്തലം, നമ്മുടെ അനുഭവങ്ങൾ അത് നിർമ്മിച്ചെടുത്തതാണ്. നമ്മുടെ ബുദ്ധി, നമ്മുടെ തിരിച്ചറിവ്, നമ്മുടെ വീക്ഷണങ്ങൾ ഒക്കെ ഈ ചുറ്റുപാടാണ് രൂപീകരിച്ചിട്ടുള്ളത്. അതൊരിക്കലും ജന്മസിദ്ധമായിട്ടുള്ള കാര്യമല്ല. ജന്മസിദ്ധമായ കാര്യങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ജീവികൾ പണ്ട് കാടുകളിൽ ഉണ്ടായിരുന്നു. ഇന്നും കാട്ടിനകത്തെ കുറെ ജീവികളൊക്കെ അങ്ങനെ ജീവിക്കുന്നുണ്ട്. പക്ഷെ കാട്ടിനകത്തെ മനുഷ്യരങ്ങനെയല്ല ജീവിക്കുന്നത്. അവൻ ജനിച്ച കാലം മുതൽ അവൻ ഭാഷ അറിയുന്നുണ്ട്, ആധുനിക ഉപകരണങ്ങളെ അറിയുന്നുണ്ട്. കാട്ടിനകത്ത് ജനിച്ചു വളർന്ന ഒരു ആദിവാസി പോലും ഇന്ന് ഔഷധത്തിനും ധാന്യങ്ങളിലൂന്നിയ ഭക്ഷണത്തിനും വസ്ത്രത്തിനും ഒക്കെ അടിമപ്പെട്ടാണ് ജീവിക്കുന്നത്. അത് ചുറ്റുപാടിൽ നിന്നും അവൻ പഠിച്ചതാണ്. ആ പഠിച്ചതിനെ സ്വീകരിച്ചെടുത്ത ഒരു യന്ത്രമായിട്ട് സഹജചോദനയെ, സഹജവാസനയെ നഷ്ടപ്പെടുത്തിയ ഒരു യന്ത്രമായിട്ടാണ് അവൻ ജീവിക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാനൊരു വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഈ വസ്ത്രം ധരിച്ചിട്ട് വേണം ഇവിടെ വന്നിരിക്കാനെന്ന് എന്റെ സദാചാര ബോധം എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ വസ്ത്രം ധരിക്കേണ്ടതുണ്ട്, ഇന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കേണ്ടതുണ്ടെന്നുള്ളതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ വിധത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്ന് എനിക്ക് അറിയാം. ആ അറിവാണ് ഞാൻ. ആ അറിവിൽ നിന്നുകൊണ്ടാണ് ഞാൻ പെരുമാറുന്നത്. ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ ഇതെല്ലാം വിളമ്പുന്ന ഭാഷ ഇങ്ങനെ വേണം പറയാൻ എന്ന് ഞാൻ ആലോചിക്കുന്നില്ല. ഞാനത് അങ്ങനെ തന്നെ പ്രവർത്തിക്കുക. ChatGPT-യിലേക്ക് നമ്മളൊരു ചോദ്യം കൊടുത്താൽ അത് ഒരാലോചനയുമില്ലാതെ മറുപടി തരുന്നത് പോലെ ഞാനും ഒരു ആലോചനയുമില്ലാതെ എന്റെ ഉള്ളിൽ നിന്നുമുള്ള പ്രതികരണങ്ങളെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ വെളിപ്പെടുത്തലാണ് പ്രകടമായി നിൽക്കുന്ന ഞാൻ, അല്ലെങ്കിൽ എന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്. എന്റെ പെരുമാറ്റം, എന്റെ ചിന്ത, ഇവയെല്ലാം എന്റെ മുൻ അനുഭവങ്ങളുടെ ആകത്തുകയാണ്. ഈ ആകത്തുകയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചുറ്റുപാടിനോട് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രതികരിക്കുന്ന ഒട്ടേറെ സാഹചര്യങ്ങൾ നമുക്കുണ്ട്. അതില് പ്രധാനപ്പെട്ട കാര്യം ഞാനൊന്ന് പറഞ്ഞു. അരിയാണ് നമ്മുടെ ഭക്ഷണം എന്നുള്ള ചിന്ത. അരിയാണ് നമ്മുടെ ഭക്ഷണം. എന്താണ് നിങ്ങളുടെ ഭക്ഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള കേരളീയൻ പറയും അരിയും സാമ്പാറും അവിയലും ഒന്ന് പറയും. അത് കുറച്ചുകൂടെ ഈ വടക്കൻ ജില്ലകളിലേക്ക് പോകുമ്പോൾ അരിയാണ്, പക്ഷെ അത് ചോറും കഞ്ഞിയും അല്ല, ബിരിയാണിയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. നഗരങ്ങളിൽ ജീവിക്കുന്ന ആളുകളിലേക്ക് പോകുന്ന സമയത്ത് അത് കുഴിമന്തിയാണെന്ന് പറയും. കുറച്ചുകൂടെ ടോപ്പ് ലെയറിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി കഴിയുമ്പോൾ അത് ബർഗർ ആണെന്ന് പറയും. അപ്പൊ ഈ രീതിയിൽ
നമ്മുടെ അടിസ്ഥാന ഭക്ഷണം എന്ന് പറയുന്നത് ഇതാണ് എന്ന വിധത്തിലുള്ള ഒരു മനോചിത്രം, പാരഡൈം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഫോം ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ശുദ്ധഭക്ഷണം എന്ന് പറയുന്നത് ഒളിമ്പസിന്റെ ധാരണയനുസരിച്ച്, ബോധ്യമനുസരിച്ച് മനുഷ്യൻ ഫ്രൂജിവോറസ് ആണ്, ഫ്രൂട്ടേറിയൻ ഡയറ്റിനനുസരിച്ച് പാകപ്പെടുത്തിയിട്ടുള്ള ശരീരഘടനയാണ്. പക്ഷെ മറ്റ് ഭക്ഷണവും ദഹിക്കും. അപ്പോ നമ്മുടെ അടിസ്ഥാനപരമായ ഭക്ഷണം ഏതെന്നുള്ള അറിവ് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയതാണ്, നമ്മൾ അതിൽ നിന്നും ശ്രദ്ധിച്ചതാണ്. ഞാൻ നേരത്തെ വേറൊരു ഉദാഹരണം പറഞ്ഞു, മരുന്നെന്ന് പറയുന്ന കാര്യം. അസുഖം വന്നാൽ അത് മാറും. ഒരു ചെറിയ മുറിവ് വന്നാൽ ഉടനെ ഡോക്ടറെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു ഓയിൻമെന്റ് വാങ്ങിച്ച് പുരട്ടി കഴിഞ്ഞാൽ ഈ മുറിവ് ഉണങ്ങുമെന്ന ചിന്ത. അതൊരു പ്രകൃതി ജീവനക്കാരന്റെ വീട്ടിൽ വളർന്ന കുട്ടിയാണെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കൈ ഒന്ന് കഴുകണം, എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇടണം എന്നുള്ള ചിന്ത, തനിയെ ഉണങ്ങിക്കോളും എന്നുള്ള ചിന്ത. വേറെ കുറച്ച് പേരാണെങ്കിൽ ഉപവസിച്ചാൽ മാറിക്കോളും എന്നുള്ള ചിന്തയല്ല, അങ്ങനെയുള്ള ഒരു പെരുമാറ്റം, പ്രതികരണം, ഇത് ആലോചിച്ചുണ്ടാക്കി വരുന്നതല്ല, തനിയെ വെളിപ്പെടുന്നതാണ്. അപ്പോ മരുന്നുകൾ അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള ചികിത്സാ രീതി എന്നുള്ളത് ശരീരം ഇത് തനിയെ ചെയ്തുകൊള്ളും എന്ന് പറയുന്ന ഒരു അവസ്ഥ, നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ സഹജഭാവമുണ്ട്, സഹജാവബോധമുണ്ട്, ആ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയെ അതിജീവിച്ചുകൊണ്ട്, നമ്മുടെ ചോദനയെ, ഇൻസ്റ്റിങ്ക്റ്റിനെ അതിജീവിച്ചുകൊണ്ട്, അതിനെല്ലാം മറികടന്നുകൊണ്ട് ഈ ഒരു ബോധ്യം, അസുഖം വന്നാൽ ഓടി ഡോക്ടറെ അടുത്ത് പോകണം, അല്ലെങ്കിൽ ഓയിൻമെന്റ് വാങ്ങിച്ച് പുരട്ടണം, അല്ലെങ്കിൽ മരുന്ന് കഴിക്കണം എന്ന് പറയുന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ നിർമ്മിതമായിട്ടുണ്ടായിട്ടുള്ളതാണ്. നമ്മുടെ എന്താ പറയാ, ഉള്ളിൽ നിന്നും നമുക്ക് ഏത് കാര്യത്തെയും ബോധ്യപ്പെടാനുള്ള ആ ഡ്രൈവിംഗ് ഫോഴ്സ് എന്നുള്ള സംഭവം നമ്മുടെ ഉള്ളിൽ നിന്നും കാര്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദന നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതിനെ നമ്മൾ ഈ മരുന്നിന്റെ യുക്തി വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. നമ്മുടെ സ്വാഭാവിക ഭക്ഷണത്തിന് പകരം പ്രോസസ്ഡ് ഫുഡ്, ഇപ്പോ ധാന്യം തന്നെയാണെങ്കിൽ ധാന്യത്തെ വേവിച്ച് അതിന്റെ കൂടെ സ്പൈസസ് ചേർത്ത് കഴിക്കണമെന്നുള്ള ആ ഒരു ബോധ്യം, അങ്ങനെയാണ് ഭക്ഷണം എന്നുള്ള ആ ഒരു ബോധ്യം അങ്ങനെ വന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ, ഇപ്പോ ഒരു കടയിൽ പോയിട്ട് ഞാൻ ഒരിക്കൽ 10 രൂപയുടെ 2 പേന വാങ്ങിച്ചു. ഇതുപോലെയാണ് സംഭവം എന്ന് എനിക്ക് ഓർമ്മയില്ല, എന്നാലും ഉദാഹരണമായിട്ട് ഇതിനെ എടുത്താൽ മതി. 10 രൂപയുടെ 2 പേന വാങ്ങിച്ചു. അപ്പൊ എനിക്ക് സംശയം 10 രൂപയാണോ 12 രൂപയാണോ, അപ്പൊ ഞാൻ എത്രയായി എന്ന് കടക്കാരനോട് ഞാൻ ഇറങ്ങി പൈസ കൊടുക്കുന്നതിന് മുമ്പായി ചോദിച്ചപ്പോ അയാൾ കാൽക്കുലേറ്റർ എടുത്തു, 10 × 2 സമം 20 എന്ന് കാൽക്കുലേറ്റ് 20 രൂപ. ഞാൻ ചോദിച്ചു, ഇത്രയും ചെറിയ കാര്യത്തിന് താങ്കൾ ഇത്രയും ഒരു യന്ത്രത്തെ ഉപയോഗിക്കേണ്ടതാണ്? അല്ല, അത് ശീലം കൊണ്ട് ചെയ്യുന്നതാണ്. മുൻകാലങ്ങളിൽ നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ ഫോൺ നമ്പറൊക്കെ നമ്മൾ ഉപയോഗിച്ച് ശീലിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓർത്തു വെക്കുകയായിരുന്നു. ഇപ്പൊ അതില്ലല്ലോ, മൊബൈലിലാണ് ഇതെല്ലാം ഉള്ളത്. നമ്മൾ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിനൊരു യന്ത്രത്തെ ആശ്രയിക്കുന്ന ഒരവസ്ഥ. നമുക്ക് കാര്യങ്ങളെ ചെയ്യാനുള്ള ശേഷിയുണ്ട്, നമുക്ക് നിലനിൽക്കാനുള്ള സർവൈവൽ സ്കില്ലുകളുണ്ട്. ഈ സ്കില്ലുകളെ അതിജീവിച്ചുകൊണ്ട് ഉപകരണങ്ങളെ ആശ്രയിക്കേണ്ടുന്ന ഒരവസ്ഥ. നമുക്കൊരു ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം അടുത്തുള്ള ചെടിയിൽ നിന്നും പറിച്ചെടുക്കാം എന്നുള്ളൊരവസ്ഥ നമുക്കിപ്പോ അറിയില്ല. അത് വേണമെങ്കിൽ വെച്ചുണ്ടാക്കാം എന്നുള്ള ഒരു അവസ്ഥ നമുക്കറിയില്ല. പകരം സൂപ്പർ മാർക്കറ്റിനെ ആശ്രയിക്കുക എന്നുള്ളതിൽ ഒരു സംഭവം വേണമെങ്കിൽ, ഒരു ഭക്ഷ്യവസ്തു വേണമെങ്കിൽ ഉടനെ ഏത് കടയിൽ കിട്ടുമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് അതിലേക്ക് പോകുന്ന ഒരവസ്ഥ, അതാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നതായിരിക്കും നമ്മുടെ അതിനെക്കുറിച്ചുള്ള ന്യായം. നമുക്കത് പറയാനുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് വരെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള കാര്യം. അല്ലെങ്കിൽ എനിക്കൊരു ഒരു വ്യായാമം ചെയ്യണമെങ്കിൽ അത് ഞാൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാനൊരു പ്രവൃത്തി ഞാൻ ചെയ്താൽ മതി എന്നുള്ളതിന് പകരം നമ്മൾ അതിനെ ആശ്രയിക്കുന്ന ഒരവസ്ഥ, കടയെ ആശ്രയിക്കുന്നു, ഉപഭോഗ സംസ്കാരത്തെ ആശ്രയിക്കുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ നമ്മൾ ഈ എന്താ പറയാ, സമയമാകുന്ന സമയത്ത് നമുക്ക് ചില ആളുകൾക്കെങ്കിലും ഇപ്പോഴെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടാവും. സമയമായാൽ നമുക്ക് തനിയെ ബോധ്യമാണ് സമയമായി എന്നുള്ളത്, നേരം വെളുത്തു എന്നുള്ളത് ബോധ്യമാകും. ഒരിടത്ത് പോകേണ്ട സമയമാകുമ്പോൾ ബോധ്യമാകും. റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ബോധ്യം, റെഗുലർ അല്ലാത്ത കാര്യങ്ങളും ചിലർക്കൊക്കെ ബോധ്യമുണ്ടാകും. പക്ഷെ നമ്മൾ എപ്പോഴും അതിനൊരു ഘടികാരത്തെ സൂക്ഷിക്കുന്നു. ആ ഘടികാരം നോക്കിയാണ് നമ്മൾ ചെയ്യുക. കാരണം ഘടികാരം നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അത് തെറ്റിപ്പോകും. അപ്പോ നമുക്ക് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഉപകരണങ്ങൾ വേണം എന്നുള്ളൊരവസ്ഥ. സമയത്തെക്കുറിച്ചോ നമ്മുടെ താളത്തെക്കുറിച്ചോ ഒക്കെ പ്രകൃതിയുടെ താളം എന്നുള്ളത് മനസ്സിലാകാതെ യന്ത്രതാളത്തിനനുസരിച്ച് പോകുന്ന ഒരവസ്ഥ. യന്ത്രതാളം മാത്രമല്ല, യന്ത്രത്തിന്റെ അളവുകൾ, യന്ത്രം തരുന്ന അളവുകൾ, യന്ത്രം തരുന്ന സൗന്ദര്യ സങ്കല്പം. നമുക്കൊരു കാര്യത്തെ കാണുകയാണെങ്കിൽ അതിന്റെ ലൈറ്റ് പോരാ, അല്ലെങ്കിൽ ഇന്ന ഉപകരണത്തിൽ അനുസരിച്ച് കാണുമ്പോൾ റീഡിങ് പോരാ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക.
ജീവിക്കുകയാണെങ്കിൽ എല്ലാ ഫെസിലിറ്റിയും ഉള്ള, അടുത്ത ആശുപത്രിയുള്ള, അടുത്ത മറ്റേ സ്കൂളുള്ള, അടുത്ത ഫയർ സ്റ്റേഷനുള്ള, അടുത്ത് എയർപോർട്ടുള്ള, ബസ് സ്റ്റാൻഡുള്ള, ബസ് സ്റ്റോപ്പുള്ള ഒരു സ്ഥലത്ത് ജീവിക്കണമെന്ന് നമ്മൾ വിചാരിക്കും. നമ്മുടെ ജീവിതത്തെ കൺവീനിയന്റ് ആക്കാൻ വേണ്ടി എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ പ്രകൃതിയിൽ ഇവയെല്ലാം നല്ല സമഭാഗമായി ക്രമീകരിച്ചിരിക്കുന്നു. ഈ സുരക്ഷിതത്വവും ഈ അറിവും ഈ കാര്യങ്ങളെല്ലാം പ്രകൃതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കാനുള്ള, അങ്ങനെ ബോധ്യം വരാനുള്ള ഒരു ആന്തരിക ശേഷി നമ്മൾ നഷ്ടമായിട്ടുണ്ട്. അപ്പോ നഗരവൽക്കരണത്തോടുള്ള താല്പര്യം, ഗ്രാമങ്ങളിൽ ജീവിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമാകില്ല, അല്ലെങ്കിൽ ഒരു കാട്ടിൽ ജീവിച്ചാൽ സാധ്യമാകില്ല എന്നുള്ള ചിന്ത, ഇത് യന്ത്രം ആയി നമ്മൾ മാറുന്നതിന്റെ ലക്ഷണമല്ല. നമ്മുടെ ശരീരത്തിന് സ്വയമേവ കാര്യങ്ങളെ ക്രമീകരിക്കാനുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. അതിനു പകരം നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു കഴിവിന് പകരം യന്ത്രങ്ങളെ, ഉപകരണങ്ങളെ, വസ്തുക്കളെ ആലോചിക്കുന്ന ഒരു അവസ്ഥ. നമ്മൾ ഏത് കാര്യത്തിനും ഭൗതികമായി മാത്രം കണക്കാക്കുന്ന അവസ്ഥ, ഏതൊരു കാര്യത്തിന്റെയും ആന്തരിക മൂല്യത്തെ മനസ്സിലാക്കാതെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ. നമ്മുടെ വികാരങ്ങളെ നമ്മൾ യന്ത്രങ്ങളുമായി തട്ടിച്ചു മാത്രം മനസ്സിലാക്കുന്ന ഒരവസ്ഥ. നമുക്കൊരു വൈകാരിക വിക്ഷുബ്ധത ഉണ്ടായിരുന്നെങ്കിൽ ഉടനെ തന്നെ യൂട്യൂബ് എടുത്തിട്ട് 2 കോമഡി വീഡിയോ കാണുന്ന ഒരു രീതി. ഇങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പോ നമ്മുടെ പരിസരത്ത് നിന്നും നമ്മൾ കാര്യങ്ങളെ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ പരിസരത്തു നിന്നും കാര്യങ്ങളെ എടുത്തുകൊണ്ട് പുതിയതായി പഠിച്ച കാര്യങ്ങൾ വരെ അകത്ത് കയറിയിരിക്കുകയാണ്. ആവർത്തിച്ച് നമ്മൾ കാണുന്ന, അനുഭവിക്കുന്ന കാര്യങ്ങൾ, ആവർത്തിച്ച് നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉപബോധത്തിന്റെ ഉള്ളിലേക്ക് ആലേഖനം ചെയ്യാനുള്ള ശേഷി ശരീരത്തിനുണ്ട്. അതെന്തിനാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഞാൻ ഒരിക്കൽ തീ കണ്ടു, തീയിൽ കൊണ്ട് കൈയിട്ടു, കൈ പൊള്ളി. അടുത്ത പ്രാവശ്യം തീ കണ്ടാൽ അതിനകത്ത് കൊണ്ട് കൈ ഇടാതിരിക്കാൻ വേണ്ടിയാണ് ഈ അനുഭവത്തെ പഠിച്ചു വെക്കാനുള്ള ഫാക്കൽറ്റി എനിക്കുള്ളത്. പക്ഷേ ഞാൻ നിരന്തരമായിട്ട് ഇത്തരം കാര്യങ്ങൾ കണ്ടുകൊണ്ട് അതാണ് സത്യം, അതാണ് എന്റെ ലോകം, അതാണ് വസ്തുത, അതാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് പിന്നെ ഞാൻ പ്രതികരിക്കുന്നത് മുഴുവൻ, എന്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് മുഴുവൻ ഈ പഠിച്ചുണ്ടാക്കിയ പാഠങ്ങളിൽ നിന്നാണ്. എന്റെ ജന്മശേഷികളെ, എന്റെ അകത്തുള്ള സ്വാഭാവികമായ പ്രവർത്തനങ്ങളെ ഞാൻ ആധാരമാക്കുന്നില്ല. അപ്പോ അങ്ങനെ ആധാരമാക്കാതെ ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് നഷ്ടമാകുന്നതാണ് എന്റെ ചുറ്റുപാടിൽ നിന്നും കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള വിവരം, അതിനുള്ള ശേഷി എനിക്കില്ലാതെയാകും. എന്റെ ഗുരുവിനെ ഞാൻ എന്റെ 17ാമത്തെ വയസ്സിൽ കാണുന്ന സമയത്ത് ഞാൻ ഒരുപാട് വായിക്കുന്ന ഒരാളായിരുന്നു. ഈ വായനയുടെ വെളിച്ചത്തിൽ ഞാൻ അദ്ദേഹത്തോട് കുറെ കാര്യങ്ങൾ വിളമ്പിയതിനു ശേഷം അപ്പോൾ ഇതെങ്ങനെയാണ് ശരിയാവുക എന്നുള്ള ചോദ്യം ചോദിക്കുക. ആദ്യമൊക്കെ അദ്ദേഹം ഉത്തരം തന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയും, നീ പുസ്തകത്തിൽ നിന്ന് വായിച്ചുണ്ടാക്കുന്ന അറിവ് വെച്ചിട്ട് നിനക്ക് നിന്റെ ഉത്തരം കണ്ടെത്താൻ കഴിയില്ല. ഇത് പ്രകൃതി എങ്ങനെയാണ് പ്രവർത്തിക്കുക, ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുക, മനസ്സെങ്ങനെയാണ് പ്രവർത്തിക്കുക, ഈശ്വരൻ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളത് നിനക്കറിയണമെങ്കിൽ നീ അത് നിന്റെ സഹജബോധത്തോടാണ് അന്വേഷിക്കേണ്ടത് എന്നുള്ളതാണ്. സഹജബോധത്തോടാണ് നീ അന്വേഷിക്കേണ്ടത്, അതിൽ നിന്നാണ് നീ എടുക്കേണ്ടത് എന്ന അദ്ദേഹത്തിന്റെ വാചകമാണ് 4 കൊല്ലം കൊണ്ട് വായന നിർത്താൻ എന്നെ പ്രേരിപ്പിച്ചത്. ഇപ്പോ വായിക്കാതെ ആയപ്പോഴാണ് ഇത് സഹജമായി എന്നിൽ ഉണ്ടാകുന്നതാണ്, വളരുന്നതാണ് എന്ന ഒരവസ്ഥ, നമ്മുടെ ഉള്ളിൽ തനിയെ വരുന്നതാണെന്നുള്ളൊരവസ്ഥ, സഹജഭാവവുമായി ചേർന്ന് നിൽക്കലാണ് എന്റെ ജന്മസിദ്ധമായ അറിവിന്റെ ഉറവിടമെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷമാണ് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് സഹജമായി തന്നെ സംസാരിക്കാൻ തുടങ്ങി. പിന്നീട് എനിക്ക് വെളിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്റെ സഹജബോധത്തെ വെളിയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ മാത്രമായി മാറി. എന്റെ അറിവെന്ന് പറയുന്നത് എന്റെ ഉള്ളിൽ നിന്നും വരുന്ന, എന്നിലേക്ക് ഒഴുകിയെത്തുന്ന എന്റെ സഹജഭാവത്തിന്റെ ഭാഗമായിട്ട് മാറി. ഇത് എല്ലാവർക്കും സാധ്യമാകുന്നു. നമ്മൾ വിദ്യാഭ്യാസത്തെ, സംസ്കാരത്തെ, അതുപോലെ തന്നെ യന്ത്രങ്ങളെ, സംസ്കാരങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശൈലികളെ, നമ്മളുടെ വിഷ്വൽ മീഡിയയൊക്കെ ആധാരമാക്കിയിട്ടല്ലേ നമ്മൾ ഇതിനെല്ലാം ക്രമീകരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ സഹജമായിട്ടുള്ളത് എന്താണ്? നമുക്ക് നല്ല വിശപ്പ് വരുമ്പോൾ നമ്മൾ ഘടികാരം നോക്കും, യഥാർത്ഥത്തിലുള്ള വിശപ്പാണെന്ന് അറിയാം. വിശക്കുന്നു എന്ന് ഒരാളോട് ചോദിച്ചാൽ ഘടികാരം നോക്കും. സഹജമായിട്ടുള്ള വിശപ്പ് പോയിരുന്നു. ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് അതുപോലെ ഇപ്പൊ ടോയ്ലറ്റിൽ നേരെ പോകാറില്ല. കൃത്രിമ ഭക്ഷണം കഴിച്ച് ടോയ്ലറ്റിൽ പോലും മനുഷ്യരെ നേരെ പോകാറില്ല. ടോയ്ലറ്റിൽ പോകുമ്പോൾ ഉള്ള ആ ചോദന എന്ന് പറയുന്നത് അത് സഹജമായിട്ടുള്ള അവസ്ഥയുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ലൈംഗിക ചോദന, ദാഹം തോന്നുന്നത്, വിശപ്പ്, ഇവയ്ക്ക് പോലും നമ്മൾ ഉപകരണങ്ങളെ അല്ലെങ്കിൽ നമ്മൾ കുറെ സങ്കേതങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയാണ്. നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന ഒരവസ്ഥ വെളിയിൽ കണ്ട് അന്തം വിടുന്നതിന് മുമ്പ് മനസ്സിലാക്കുക, ഇത് നമ്മുടെ ഉള്ളിൽ നല്ലപോലെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്.
ഈ നിർമ്മിത ബുദ്ധിയൊക്കെ മനുഷ്യൻ ഉണ്ടാക്കി അത് ഈ ഇക്കോമിമിക്രി നടത്തുന്നതിനും എത്രയോ മുമ്പ് തന്നെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ ജീവിച്ചു പോകുന്ന മനുഷ്യൻ അവന്റെ കണ്ടീഷനിങ്ങിലൂടെ അവന്റെ ചുറ്റുപാടിൽ നിന്നും വേണ്ടതിനെല്ലാം ആർജിച്ചു വെച്ചിട്ടുണ്ട്. അവന്റെ സ്വത്വത്തെ അവൻ ഉരുവാക്കിയത് അത്തരത്തിലാണ്. അവന്റെ സ്വത്വമായി അവൻ വളർന്നത് അത്തരത്തിലാണ്. അവൻ ഇന്ന് നിലനിൽക്കുന്നത് അത്തരത്തിലാണ്. അവന്റെ സഹജഭാവത്തെ അവന് അറിയുക പോലുമില്ല. അവൻ അതിൽ നിന്നും ബഹുദൂരം യാത്ര ചെയ്തു. തക്കാളി എവിടുന്ന് കിട്ടും എന്ന് ഒരു കുട്ടിയോട് ചോദിച്ചാൽ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നാണെന്ന് മറുപടി പറയുന്ന ഒരു ജനത ആണ് ഇന്ന് ഇവിടെ ചുറ്റുപാടുമുള്ളത്. അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകുന്ന കാര്യം പറഞ്ഞല്ലോ, അതുപോലെ എന്ത് കാര്യം ചോദിച്ചാലും അതെല്ലാം തന്നെ ഒരു യാന്ത്രിക സംവിധാനം, ലോകത്തെ നിയന്ത്രിക്കുന്നവർ നമ്മളെ പരിചയപ്പെടുത്തിയ ആ യാന്ത്രിക സംവിധാനം ആണ് അതിന് മറുപടി എന്ന രീതിയിൽ നമ്മൾ മാറിക്കഴിഞ്ഞു. ഞാനിത് പറഞ്ഞപ്പോ വേറൊരു കാര്യം കൂടെ രസകരമായിട്ട് ഇതിന്റെ ഇടയിൽ ഈ നേരിട്ട് ബന്ധമില്ലെങ്കിലും സൂചിപ്പിക്കാൻ, ഈ ലോകത്തെ ഭരിക്കുന്നവർ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ, ഇവരെവിടെയാണ് ജീവിക്കുന്നത്, ഇവരെവിടെയാണ് ഇത് നടപ്പിലാക്കി എന്ന് നിങ്ങൾ പറയുന്നത് എന്ന് എന്നോട് പല ഘട്ടങ്ങളിലായിട്ട് പല രൂപത്തിൽ പലരും ചോദിച്ചിട്ടുണ്ട്. കാരണം ഞാൻ നിരന്തരം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ അവർക്ക് കൊടുക്കുന്ന ഉത്തരം എന്താണ് പറഞ്ഞത്? നിങ്ങളിലാണ് എന്നതാണ്. ലോകത്തെ ഭരിക്കുന്ന ആ ആളുകൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് നിങ്ങളിലാണ് എന്നത്. നിങ്ങളുടെ തൊഴിൽ ബോധം, നിങ്ങളുടെ സംസ്കാര ബോധം, നിങ്ങളുടെ പണബോധം, നിങ്ങളുടെ വസ്ത്രബോധം, നിങ്ങളുടെ ഉപകരണ ബോധം, നിങ്ങളുടെ ഗൃഹബോധം, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് ബോധിതനായിരിക്കുന്നുവോ അതെല്ലാം അവർ നിങ്ങളുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തു തന്നതാണ്. അവർ ഇന്നും വിഷ്വൽ മീഡിയയിലൂടെ നിങ്ങളുടെ അകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൽ നിന്നും ഒരു വിടുതൽ നമുക്കില്ല. നമുക്ക് നമ്മുടെ സഹജഭാവത്തെ അറിയുന്ന ഒറിജിനലായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്കില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം എടുത്തതെന്ന് കൂടെ പറയാം. നമ്മളിവിടെ ശ്രമിക്കുന്നത് ഒരു സുസ്ഥിര ജീവന സമൂഹത്തെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. സുസ്ഥിര ജീവന സമൂഹത്തെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് സുസ്ഥിരമായിരിക്കണമെങ്കിൽ വെളിയിൽ നിന്നുമുള്ള ഈ ഇൻപുട്ടുകളെ ഒഴിവാക്കിയിട്ട് നമുക്ക് പ്രകൃതി ഒരുക്കി തന്നിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുകയും പുറത്തു നിന്നുമുള്ള ആ ലോകം ഭരിക്കുന്നവൻ നൽകിയ മഹാവിതരണക്രമത്തിൽ നിന്നും, മഹാ എന്ന് വെച്ചാൽ വിശുദ്ധം എന്നുള്ള അർത്ഥത്തിലല്ല പറട്ടോ, വലിയ ഭീമാകാരമായ ആ വിതരണ സംവിധാനത്തിൽ നിന്നും മാറി ഓഫ് ദ ഗ്രിഡ് ആയിട്ട് ആ പൊതുവിതരണ സംവിധാനത്തിൽ നിന്നും മാറി സഹജമായ ശേഷിയെ ആധാരമാക്കി നിൽക്കാൻ പഠിച്ചാൽ മാത്രമേ അടുത്ത ലോക്ക്ഡൌണോ അടുത്ത ദുരന്തങ്ങളോ അടുത്ത പ്രശ്നങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് വീണു പോകാതെ നിലനിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് കണ്ടാണ്. പക്ഷേ ഇത് പറയുമ്പോൾ ഇതൊക്കെ സാധ്യമാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇപ്പോ ചോറുണ്ടാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. പ്രാദേശികമായി കിട്ടുന്ന വിഭവങ്ങളെ ആധാരമായി ജീവിക്കണം എന്ന് പറയുമ്പോൾ ചോറുണ്ടാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ, ചോറില്ലാതെ ഉള്ള ഒരു ജീവിതം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്ന് പലരും പറയാറുണ്ട്. ഇതെവിടുന്നാ വന്നത്? അവർ ആ ആശയങ്ങളെ നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. നമ്മൾ നിർമ്മിത ബുദ്ധികളായത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. നമുക്ക് സഹജശേഷി നഷ്ടപ്പെട്ടത് കൊണ്ടാണ് തോന്നുന്നത്. നമ്മൾ സുസ്ഥിരമായ ഒരു ജീവിത വ്യവസ്ഥയിലേക്ക് മാറണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ പുനർനിർവചിക്കേണ്ടി വരും. ആ പുനർനിർവചനത്തിന്റെ കാര്യങ്ങളെ പഠിക്കുന്ന സമയത്ത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് നമ്മൾ നിർമ്മിത ബുദ്ധികളായി തീർന്നിരിക്കുന്നു എന്നുള്ളത്. ഈ നിർമ്മിതമായ നമ്മുടെ ഉള്ളിലെ ബുദ്ധി അവിടെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ശരിയായ ബുദ്ധി എന്താണ്, സഹജമായ ബുദ്ധി എന്താണ്, സഹജമായ വാസന എന്താണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആ തിരിച്ചറിവിൽ നിന്ന് മാത്രമേ നമുക്ക് സഹജമായ ഒരു ജീവിത വ്യവസ്ഥയെ ചിട്ടപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഇനിയും വരുന്ന 4-5 വർഷത്തിനുള്ളിൽ ലോകം വല്ലാത്തൊരു തിരിയിലേക്ക് തിരിയും. ആ തിരിച്ചലിന്റെ സമയത്ത് സുസ്ഥിര ജീവന സമൂഹങ്ങൾ ഇവിടെ ഉണ്ടാകണമെങ്കിൽ നമുക്ക് അവർ വെളിയിൽ ഉണ്ടാക്കുന്ന നിർമ്മിത ബുദ്ധിയെക്കാളും അവർ നമ്മിൽ ആരോപിച്ച് നമ്മളെ ക്രമീകരിച്ചു വെച്ചിട്ടുള്ള ഒരു വല്ലാത്ത നിർമ്മിതാവസ്ഥയുണ്ടല്ലോ, നമ്മുടെ നിർമ്മിത ബുദ്ധി ഉണ്ടല്ലോ, നമ്മളാകുന്ന നിർമ്മിത ബുദ്ധി ഉണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിൽ റിസൈഡ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ താമസിച്ചുകൊണ്ട് നമ്മളായി തന്നെ, നമ്മളാണ് അത് ചിന്തിക്കുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുക, നമ്മളാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്നുള്ള ഭാവേന ഇത് നടപ്പിലാക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ഇതിൽ നിന്നും വിടുതൽ നേടാൻ നമുക്ക് കഴിയും. ആ വിടുതൽ നേടലിന്റെ ഒരു ആദ്യ പാഠമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഈ ആശയത്തെ ഇട്ടുകൊണ്ട് ഇനി ചോദ്യോത്തരയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയാവതരണം ഇവിടെ നിർത്തുന്നു. ഇത്ര നേരം കേട്ടിരുന്ന എന്നെ കണ്ടുകൊണ്ടിരുന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.